ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുള്ളതൊരു പുതിയ കൺട്രിയിലാണ് കേട്ടോ. ഇന്നലെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. വേറെ എവിടെയല്ല, കിർഗിസ്ഥാനാണ്. പെട്ടെന്നുണ്ടായിരുന്നൊരു പ്ലാനായിരുന്നു നമുക്ക് ട്രിപ്പ് പോകാമെന്നുള്ളത്. അപ്പം ഷടപടേന്ന് പറഞ്ഞിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച വ്ളോഗ് കേട്ടോ. പക്ഷേ ഇന്നലെ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സെലക്ട് ചെയ്ത ടൂർ ഗൈഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റൂം കിട്ടാത്തതിൻ്റെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോണത് ഒരു ലേക്കിലേക്കാണെന്നാണ് ഇന്നലെ അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകണം ഞങ്ങൾ എന്തൊക്കെ സ്ഥലങ്ങൾ കണ്ടു എന്നൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണ സ്ഥലങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ സാധാരണ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്തേക്ക് മറന്നു പോകും. എന്താണെന്നറിയില്ല, ഞാൻ ചില സമയത്ത് ഭയങ്കരമായിട്ട് മറന്നു പോകും. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഓർക്കാണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മറന്നു പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അധിക വീഡിയോസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ എടുക്കുന്ന ഒരു 70% വീഡിയോസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാറില്ല. എനിക്ക് മറന്നു പോകും, അല്ലെങ്കിൽ എനിക്ക് മടിയാവും. അങ്ങനെ ഓരോരോ എനിക്ക് ഒന്നാമത് നമ്മൾ നല്ല മൂഡിലിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുക. അപ്പോൾ ചില സമയത്ത് ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കും. പിന്നെ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ഷൂട്ട് പോയിട്ട് നമുക്ക് എന്താ പറയുക എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയാവും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അത് ഭയങ്കര ഡിഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇന്ന് ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ പവർ ബാങ്കൊക്കെ ചാർജിൽ ഇട്ടിട്ടുണ്ട്. സാധാരണ അതൊന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ ഫോൺ അധികം ഓഫായി പോകാറുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു കേട്ടോ ഈ ഹോട്ടലൊക്കെ അവർ നമുക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാം കേട്ടോ. അതിനെ പറ്റിയിട്ടുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു. നല്ല രാത്രി നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു കൺട്രിയിലോട്ട് വരാൻ ചെയ്തു. നമുക്കിവിടുത്തെ ഭാഷ ഒട്ടും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. ട്രിപ്പൊക്കെ കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കുള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്ന റൂം വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ബാക്കിൽ കാണുന്ന റൂമിലാണ് നിൽക്കുന്നത്. അവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ്, അതായത് അർജു അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐറു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളുടെ ഞങ്ങൾ നിന്ന റൂമിൻ്റെ കൊറിഡോറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റൂം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളുടെ കൊറിഡോർ അല്ലെങ്കിൽ വരാന്ത എന്ന് പറയുന്ന സ്ഥലം. ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ രണ്ട് സൈഡിലും റൂംസാണ്. ഇവിടെ അത്യാവശ്യം റൂംസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 6 floors ആണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഇതാണ് നമ്മുടെ റൂം 401 ആണ് കേട്ടോ ഞങ്ങളുടെ റൂം നമ്പർ. അപ്പോൾ റൂമിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഷെൽഫ് ഉണ്ട്. ചെറിയൊരു ഷെൽഫ്, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും ഹാങ് ചെയ്ത് വെക്കാനും ഉള്ള പോലത്തെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ. ഇവിടെ ലോക്കറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വാൾഡ്രോബ്സ് ഉണ്ട്. ഒരു വാൾഡ്രോബ് ഒറ്റ വാൾഡ്രോബ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇവിടെ ഒരു സോഫ ബെഡാണ്. ഇത് സോഫയാണ് ശരിക്കും, ഇത് ബെഡാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. പക്ഷേ ഈ ബാൽക്കണി ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബാൽക്കണീൻ്റെ എന്തോ ഒരു മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കും, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാൽക്കണി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന് പുറത്ത് ഭയങ്കര ഭീകരമായ കാഴ്ചയാണ് കേട്ടോ. എന്നാൽ രാത്രിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ടായിരുന്നു. റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോഡൊക്കെ ഇങ്ങനെ കുത്തിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ്. നമുക്ക് കാർ ഇങ്ങോട്ടേക്ക് വരില്ല. അവിടെ വെച്ചിട്ട് നമ്മൾ നടന്നിട്ട് വരണം. ഓക്കെ. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ, ഡൈനിങ് ടേബിൾ പോലെ 2 ചെയർസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും ഒരു ഡ്രസ്സിങ് ടേബിൾ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. സോ ഒരു മിറർ ഉണ്ട് നമുക്ക് ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇവിടെ കണ്ടോ കോഫി പൗഡർ, അതേപോലെ നമ്മളെ പാൽപ്പൊടി, മിൽക്ക് പൗഡർ, പിന്നെ ഷുഗർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കെറ്റിലുണ്ട്. നെസസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബെഡ് നിങ്ങൾ നോക്കണം. ഞങ്ങളിപ്പോൾ കിടന്ന് നീച്ചതിൻ്റെ ഒരു കോലമാണ് ഈ ബെഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു സൈഡ് ടേബിൾസ് ഉണ്ട്. ഇതാണ് ഒരു ബേസിക് നമ്മളുടെ ഒരു റൂമിൻ്റെ ഒരു ടൂർ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. വാഷ്റൂം അത്യാവശ്യം വലിയ വാഷ്റൂമാണ്. വാട്ടപ്പൊക്കെ ഉള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വാഷ്റൂമും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വെള്ളം ഉണ്ടാവില്ല കേട്ടോ. ടോയ്ലറ്റ് പോയിട്ട് ടിഷ്യൂസാണ് ഇവിടെ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ഗൈഡ് വരും. അപ്പോൾ ഏകദേശം ഇപ്പോൾ 9:45 അയച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങും. ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഉണ്ട്. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് സൺസ്ക്രീനും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മേക്കപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഗൈഡ് ഓൾറെഡി താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമായി ഞങ്ങളെ വിളിച്ചിട്ട്. ഞങ്ങളൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് നടന്നിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ റോഡിൻ്റെ ഇഷ്യൂ കാരണം ഇങ്ങോട്ടേക്ക് വണ്ടി വരില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റോഡ് ഫുൾ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരം നടക്കണം നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാഗ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഹാൻഡ് ലഗേജാണ് കൂടുതലുണ്ടായിരുന്നത്, 7 kg എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ആകെ ഒരു വലിയ ബാഗ്, അതായത് 10 kg മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്രോളി 10 kg ആണ്, ബാക്കി 7 എല്ലാവർക്കും എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭയങ്കര കൂടുതൽ ഹാൻഡ് ബാഗ്സ് ആണല്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാൻഡ് ബാഗ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ട്രോളി കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മൾ 10 kg വീണ്ടും ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാൻഡ് ബാഗ്സ് ഒരുപാടാവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ വെയിറ്റ് നോക്കി എല്ലാ സ്ഥലത്തോട്ടും നടക്കണമല്ലോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ 10 kg ആഡ് ചെയ്യാണ് ചെയ്തത് ട്രോളി ബാഗ്. ആയുർവേദ എൻ്റെ ബാഗൊക്കെ പിടിച്ചിട്ട് 2 പ്രാവശ്യം വീണു കേട്ടോ വരുന്ന വഴിക്ക്. ഈ ബാഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞങ്ങളെ പാസ്പോർട്ടും പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ ഭയങ്കര ചെറിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര ചെറുത്, നമ്മളിങ്ങനെ എന്താ പറയുക, കുനിഞ്ഞു കയറേണ്ടി വരുമെന്ന് പറയില്ല, അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് 2 സൈഡിലും ഇങ്ങനെ ഫുള്ള് എന്താ പറയുക, നമ്മൾ പറയില്ലേ ഈ കൃഷിയൊക്കെ ഇറക്കുന്ന സ്ഥലം പോലെ ഉണ്ടാവും കേട്ടോ. കൂടുതൽ അങ്ങനത്തെ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. 2 സൈഡിലും വലിയ വലിയ മരങ്ങളും ഉണ്ടാവും കേട്ടോ. പോകുന്ന റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നമ്മളൊരു ശരിക്കൊരു ഗ്രാമത്തിൽ കൂടെ പോകണ അതേ ഫീലാണ്. ഒരു പാർക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാർക്കിൻ്റെ നെയിം ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ. സോ പാർക്കിൻ്റെ നെയിം എന്താണെന്ന് ചോദിക്കാൻ മറന്നു. അപ്പോൾ ഞാൻ താഴത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് 1 hour ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്ന് നോക്കുകയാണ്. ഇവിടെ ലേക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എൻ്റെ ബാക്ക് സൈഡിലൊക്കെ കണ്ടാവും. ഞാൻ ബാക്ക് ക്യാമറയിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവമൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മിനി സൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നടന്ന് കണ്ടിട്ട് വരാം. 1 hour നല്ല വെയിലാണെന്ന് വെച്ചാൽ നല്ല വെയിലാണ് കേട്ടോ. സോ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫുള്ള് ലേക്കായിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ലേക്കിൻ്റെ സെൻറ്ററിലായിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഇത് ചുറ്റും ലേക്ക് നമുക്കിങ്ങനെ നടക്കാനുള്ളൊരു ഫുഡ് വേ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ നടക്കാം. ഇതിൻ്റെ പേര് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചു, ഹവായിനാണ് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ പേര്. ആയിരുന്നു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് ഈവനിങ് ടൈമൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കുറച്ച് ചൂടുണ്ട്. പിന്നെ അവർ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ ആളുകളെ കാണാൻ കുറച്ചും കൂടി ചൈനീസ് ലുക്കാണ് കേട്ടോ. ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഒരേപോലെ ഉണ്ട്. നമുക്ക് അതിനെ ഫേസ് പെട്ടെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എല്ലാവരും ഒരേപോലെ തന്നെ ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഇവിടെ കുറച്ച് ഇങ്ങനെ ഹട്ട്സ് പോലെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ നടുക്കിൽ ഇവരെങ്ങനെയാണ് ഈ ഹട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെ ഒരുപാട് ഹട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഇവർ ഇവിടേക്ക് എത്തിപ്പെടും എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബോട്ടിങ് സർവീസും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് അരയണങ്ങൾ ഇങ്ങനെ പോണത് കാണാം, നല്ല രസമുണ്ട്. പിന്നെ ഒരുപാട് ബോട്ടുകൾ, ഈ അരയണങ്ങളെ ഷേപ്പിലുള്ള ബോട്ടുകളാണ് കേട്ടോ കൂടുതലുള്ളത്. കണ്ടില്ലേ, അരയണങ്ങൾ അതേപോലത്തെ ബോട്ടുകൾ. നൈസ്, കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. പിന്നെ ഈ ഫ്രെയിം ഭയങ്കര രസമാണ് കേട്ടോ. ചുറ്റിനും മരമായതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് ഈ ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, വലിയ വലിയ മരങ്ങളാണ് ഇവിടെ. ഞാൻ റോട്ടിലാണെങ്കിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഭയങ്കര വലിയ മരങ്ങളായിരിക്കും. ഇതിലൊക്കെ 2 സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് വലിയ മരങ്ങളായതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്. റോഡിന് നടുക്കിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ലെങ്ത്താണ് ഇവിടുത്തെ മരങ്ങൾക്ക്. ചെറിയ മരങ്ങളല്ല, ഭയങ്കര ലെങ്ത്തുള്ള മരങ്ങൾ. അപ്പം
കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും കേട്ടോ റോഡിൻ്റെ നടുക്ക് കൂടെ പോകുമ്പോഴൊക്കെ. പിന്നെ കൂടുതലും ഇവിടെ ഗ്രീനറിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണില്ല അതേപോലത്തെ ഒരു ഗ്രീനറി, ഫുൾ 2 സൈഡിലും ഗ്രീനറി, അതിൻ്റെ നടുക്ക് കൂടെ റോഡ്, അങ്ങനെ കുറേ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. കാരണം ഇങ്ങനെ ചുറ്റിനും മരങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയില്ല. ഈ റെസ്റ്റോറൻറ്റിനുള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആണെന്ന് തോന്നുന്നു. റെസ്റ്റോറൻറ്റ് ഒരു പാർട്ടാണ് കേട്ടോ ഇത്. ഇതിലും ഇങ്ങനെ സെപ്പറേറ്റ് ഹട്ടായിട്ടാണ് ഇവർ ഈ റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ഭയങ്കര പ്രൈവസിയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കില്ല, ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഐറ്റിനറിയിൽ ഞങ്ങളെ ഫുഡ് കവേർഡാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് നിന്നായിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ ചില സ്ഥലത്ത് നിന്നൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്, എനിക്കറിയില്ല. അപ്പം അങ്ങനെയായിരിക്കും ഫുഡ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഇന്നത്തെ ഫുഡൊക്കെ നന്നായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെ റെസ്റ്റോറൻറ്റ് പോയിട്ടാണ് കഴിച്ചത്. പക്ഷേ അതിൻ്റെ ബില്ല് അവരായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ. പക്ഷെ ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു അവർ മേക്ക് ചെയ്ത് തരുന്ന പോലത്തെ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ അതായത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ല അവർ മേക്ക് ചെയ്ത് തരാൻ പറയുമ്പോൾ, അതെന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഇവിടെ തിയായി എന്ന് കാണില്ലേ, അതിൻ്റെ മീനിങ് ടോയ്ലറ്റ് എന്നാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാഷ്റൂം കൂടെ യൂസ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും ഈ അടുത്ത സൂവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത്, അതായത് നമ്മൾ ഈ പാർക്കിൽ തന്നെ ഒരു സൂവും കൂടി ഉണ്ട്, ചെറിയൊരു സൂ ആണ്. എന്തായാലും നമുക്ക് അതും കൂടി കണ്ടിട്ട് നേരെ കാറിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ വരുമ്പം ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ശരിക്കും നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ബ്രിഡ്ജ്, ചെറിയൊരു ബാംബു ബ്രിഡ്ജും അതിൻ്റെ നടുക്ക് കൂടെ വെള്ളം, പിന്നെ ഒരു ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ അവിടെ നിന്നിട്ട് ഫോട്ടോ കിട്ടാൻ വേണ്ടി അമ്മ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധനം എന്തിനാ കാണും, അമ്മ എന്തിനാ കാണുന്നത് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മയാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ കയറി അമ്മ നോക്കുന്നുണ്ട് എന്താണ് കാണുന്നത് അവിടെ. അമ്മ ഇതാണ് സൂ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആനിമൽസ് ഉണ്ട്, മനസ്സിലാവില്ല. കൊമ്പൊക്കെയുള്ള ആനിമൽസ് ആണ്. അത് ക്യാമലാണ്, അവിടെ ഉള്ളത് ക്യാമലാണ്, അവിടെ ഉള്ളത് മങ്കിയാണ്. അത് മനസ്സിലായി. ഈ ആനിമൽ എന്താണെന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. ഓസ്ട്രിച്ച് ഇതൊന്നും അത്ര സേഫ് ആയിട്ടുള്ളത് അല്ല കേട്ടോ. കാരണം ഇതിന് വേലിയൊക്കെ മണി കടന്നു വരാമെന്നുള്ള അവസ്ഥയിലാണ് ഇവിടുത്തെ വേലികളൊക്കെ ഇട്ടിരിക്കുന്നത്. അറിയില്ല ഇനിയിപ്പോൾ ഇത് ഇലക്ട്രിക് കമ്പികളാണോ എന്നറിയില്ല കേട്ടോ. മേ ബി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ ചെറിയ വേലി കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ സൂം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാറിലേക്ക് പോവാണ്. അതിന് മുമ്പ് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കാറിലേക്ക് പോകാൻ പറഞ്ഞു. ഇനി ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ 2 hours ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുക. അതൊരു ലേക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ലേക്കാണ്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് ഇപ്പോൾ 2 സ്പോട്ടുകൾ നമുക്ക് കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ആളുകളൊക്കെ നമ്മളെ വല്ല നന്നായിട്ട് നോക്കുന്ന പോലെ. ഞങ്ങൾ അസർബൈജാൻ പോയപ്പോഴും ജോർജിയ പോയപ്പോഴും അങ്ങനെ ആളുകൾ ഭയങ്കര നമ്മൾ മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് ആളുകൾ മൈൻഡ് ചെയ്യുന്ന പോലെ തോന്നുക കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര ആളുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന പോലെ ഒരു ഫീല്. എന്തുകൊണ്ടാണെന്നും അറിയില്ല, പറിച്ച് പറയാം. ഇവിടെ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ഉള്ളൂ. ഇവിടുത്തെ ടോയ്ലറ്റ് ഇന്ത്യൻ ടോയ്ലറ്റാണ് കേട്ടോ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ വെള്ളമില്ല കേട്ടോ. നമ്മൾ വെള്ളം യൂസ് ചെയ്യില്ല ഇവർ. അതായത് നമ്മൾ ഹാൻഡ് ജെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ടിഷ്യൂസാണ് ഇവരിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചില സമയത്ത് തീരെ സെറ്റാവില്ലല്ലോ, നമുക്ക് തീരെ ശീലമില്ലാത്ത ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഞങ്ങളിപ്പം ഇവിടെ വന്നല്ലോ, ഈ സൂവിൻ്റെ ഇവിടെ വന്നപ്പം ഇവിടെ നമുക്ക് ഹാൻഡ് ജെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം അത് കണ്ടപ്പം. കാറിൽ കയറി നമ്മളെ ജേർണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കയറുന്നതിൻ്റെ മുന്നായിട്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടും. നമ്മളെ ഗൈഡ് മുന്നിൽ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തോ ഒരു പഴയ കാലത്തെ എന്തൊരു സംഭവമാണ്. ഞാൻ ഇവിടെ വായിച്ച് നോക്കട്ടെ എന്താ. ഇവിടെ ഒരു ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ, ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ സ്ഥലത്ത് ഞാനിങ്ങനെ അരുവികൾ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ സ്ഥലത്ത് അരുവികളുണ്ട്, ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇങ്ങനെ വെള്ളം പോകുന്ന അരുവികൾ. അതൊക്കെ ഈ പാടങ്ങളിലേക്ക്, അതായത് ഇവിടുത്തെ ഫീൽഡിൽ അവിടേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു.
യെസ്, ഇവിടെ അവരുടെ ലാംഗ്വേജിലാണ് കേട്ടോ എഴുതിയിട്ടുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അത് ശരി, ഇവിടെ നമ്മുടെ ലാംഗ്വേജിലുണ്ട്. റൂൾസ് ഓഫ് കണ്ടക്ട് ഓൺ ടെറിട്ടറി ഓഫ് മ്യൂസിയം കോംപ്ലക്സ്. മുന്നോട്ട് നടക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അങ്ങനെ അയറിനെ കണ്ണട വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അമ്മേൻ്റെ സൺഗ്ലാസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവളുടേത് ഓൾറെഡി ഞങ്ങളുടെ ഇതിലാണ് കേട്ടോ, ട്രോളിയിലാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുള്ളിൽ നിന്ന്. ഉണ്ടല്ലോ, ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതായത് അവർ പിന്നെയാണെങ്കിൽ ഗൈഡ് കുറച്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ ഗൈഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് അധിക കാര്യങ്ങളും മനസ്സിലാവില്ല. സാധാരണ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൈഡായിരിക്കുമല്ലോ പറഞ്ഞു തരുക കൂടുതൽ. പക്ഷേ ഈ ആൾക്ക് അധികം ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവർ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങളിതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ, ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അത് എന്തായാലും പറഞ്ഞുതരാം കേട്ടോ, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത്. ഇതാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ ടവർ. ഓക്കെ, യെസ്, ഈ ബാക്കിൽ കാണുന്നതാണ് ബുറാനോ ടവർ. അപ്പോൾ എന്തായാലും അതിനുള്ളിൽ എന്താ കാര്യമുള്ളത് നമുക്ക് പോയി നോക്കട്ടെ. കാണുമ്പോൾ ഒരു പഴയ ബിൽഡിംഗ് അല്ല, പ്രത്യേക തരം ബിൽഡിംഗ് പോലെ തോന്നി. നമ്മൾ KGF ഫൈറ്റൊക്കെ നടക്കുന്ന ബിൽഡിങ്ങിൽ അതേപോലെ തോന്നിയിട്ടു. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ അവിടേക്ക് കയറി നോക്കട്ടെ. സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്പിൽ കൂടെ നമ്മളിങ്ങനെ കയറി പോകണം. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കോസ്റ്റ് പറയുന്നത് 450 കസാക്കിസ്ഥാൻ 480 കസാക്കിസ്ഥാൻ അല്ല സോറി കിർഗിസ്ഥാൻ മണി. അതിനെന്തായിരുന്നു കുറച്ച് പറയാം, സോമോ അങ്ങനെ തോന്നുന്നു. അതെന്തായാലും ഞാൻ താഴത്ത് കൊടുക്കാട്ടോ, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. എന്നാലും നമ്മളുടെ നാട്ടിലത്തെ പൈസയായിട്ട് ഭയങ്കര സിമിലറാണ്. നമ്മുടെ നാട്ടിലത്തെ 480 പോലെ തന്നെയാണ് ഇവിടുത്തെ 480. ഇതാണ് അതിൻ്റെ ഓപ്പണിങ്. ഇതിനുള്ളിലേക്ക് നമ്മൾ കയറി പോകാം. ആദ്യമൊക്കെ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി നോക്കാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഒട്ടും വെളിച്ചമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിട്ടോ. പിന്നെ അയറൂനൊക്കെ എടുത്ത് കയറുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ചെറിയ സ്റ്റെപ്സാണ്, നിങ്ങൾ കാണുന്ന അത്ര പോലും സ്റ്റെപ്പിന് നീളോ വീതിയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റെപ്പാണെങ്കിലും 2 പേർക്കൊന്നും ക്രോസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരാൾക്ക് ഇറങ്ങാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. താഴത്തേക്ക് ഇറങ്ങാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, പേടിയാവുന്ന പോലെ തോന്നും മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടി ഷോപ്പ് ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് പോകാനുള്ളത് ഇതിനുള്ളിലാണ്. ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഫോട്ടോസ് ആൻഡ് ക്യാമറാസ് എല്ലാം അവിടെ നിന്ന്. അപ്പം ഞാൻ ഇതിനുള്ളിലുള്ള എന്താണെന്നുള്ളത് പറഞ്ഞു തരാം, കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതെന്താ അർജു? അത് കിർഗിസ് നാഷണാലിറ്റി ഗെയിമാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ പകടപ്പാട 12 ഇതിനെ കൊള്ളുള്ളൂ. നാളെ പറഞ്ഞുതരാം കേട്ടോ വീഡിയോയിൽ. ഇവിടെ ഒരുപാട് പഴയ സ്റ്റോൺസും അവരുടെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സും കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ അവർ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ആ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഞങ്ങളെല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ് കണ്ടു. ഇതിനെപ്പറ്റി കൂടുതൽ നോളജ് ഞങ്ങൾക്ക് ഇല്ലാത്തത് കാരണം ഞങ്ങൾ ജസ്റ്റ് കറങ്ങി കാണാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഗൈഡ് ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നമുക്ക് ഓരോ സ്ഥലത്തും പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അതൊക്കെ വായിച്ചിട്ടാണ് കുറച്ചെങ്കിലും മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് കണ്ടു കഴിഞ്ഞു. ജസ്റ്റ് ഒരു ചെറിയ റൂം മാത്രമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ വേഗം അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബുറാനോ ടവർ 16th സെഞ്ച്വറിയിലാണ് കേട്ടോ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു ടെമ്പിൾ പോലെയാണ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഭയങ്കര ഹൈറ്റ് ഉണ്ടായിരുന്നു, ഇതിലും വലിയ ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയുക, തകർന്നു പോയതാണ് കുറച്ചായിട്ട്. അപ്പം നല്ല ഹൈറ്റ് വലുതായിട്ടില്ല. പക്ഷേ ഇതിന് മുകളിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് മടങ്ങി പോകുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെറുതെ ടിക്കറ്റ് എടുത്ത് പൈസ കളയണ്ട. അതേപോലെ നിങ്ങൾക്ക് ഈ നാരോ സ്പേസസൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതായത് സഫോക്കേഷൻ, ആസ്മ പോലത്തെ ആൾക്കാർക്കൊന്നും കയറാൻ വേണ്ടി പറ്റില്ല കേട്ടോ.
പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഗട്ടറൊക്കെ ഉള്ള ടാർ ചെയ്യാത്ത റോഡായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുലുങ്ങിയ ഒരു വിധത്തിലാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത്രയും ഒരു മോശം കണ്ടീഷനിലുള്ള റോഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കയറി നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഇന്നലെ രാത്രി ഇങ്ങനെ സംസാരിച്ചിരുന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങിപ്പോയി. 1 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഈ ലൊക്കേഷനിലേക്ക്. ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വരുന്ന ലൊക്കേഷനിലേക്ക് ഏകദേശം 1 മണിക്കൂർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഫൈനലി ഫുഡ് കഴിക്കാൻ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാറൊക്കെ നിർത്തി വെച്ച് നല്ല അതായത് ഇവിടുത്തെ കിർഗിസ്ഥാൻ നാഷണൽ ഫുഡാണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കിർഗിസ്ഥാനിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ ഫുഡ് ഏകദേശം നമ്മൾ അതേ ടേസ്റ്റിലും ഫ്ലേവറിലും ഉള്ള ഫുഡുകൾ ഇവിടെ കിട്ടും കേട്ടോ. റൈസൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ റൈസ് കഴിച്ച് വയറ് നിറയ്ക്കുക എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. ഇവിടെ ചായ കിട്ടുന്നത് ഇങ്ങനത്തെ കപ്പിലാണ് കേട്ടോ. നമ്മൾ സാധാരണ സൂപ്പൊക്കെ കുടിക്കുന്ന കപ്പിലാണ് ഇവിടെ ചായ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ചായയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഫ്രഷ് മിൽക്ക് ടീ പോലെ തന്നെ ഉള്ള ചായയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു പൊറോട്ട ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. റൈസിന് എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര കുറേ വെള്ളമുള്ള കറിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തു. പൊറോട്ട അടിപൊളിയായിരുന്നു, ഭയങ്കര ക്രിസ്പി ആയിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ 2 സൈഡിലും മൗണ്ടെയിനാണ് കേട്ടോ. ഫൈനലി നമ്മൾ ഫുഡ് ടേക്ക് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കറക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ രാത്രിത്തെ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ടേക്ക് അവേ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇനിയിപ്പോൾ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ചു വരണം. നമ്മളതായത് അത്രയും നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് മേടിച്ചിട്ട് പോവാം. ഇപ്പം എന്തായാലും കഴിക്കുന്നില്ല, കാരണം ഞങ്ങൾ ഏകദേശം 3-3:30 ആയപ്പോഴാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചത്തെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ കറക്കം ഒക്കെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ റൂം പോയി ഫുഡ് കഴിക്കും, അത്ര തന്നെ. ഇനി നാളെ നമുക്ക് രാവിലെ 10 മണിക്ക് 10 മണിയല്ലോ 9 മണിയല്ലേ പറഞ്ഞേ, നാളെ 9 മണിക്കാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഫൈനലി പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ലേക്കാണ്. അത് നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 5-10 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് പോയിട്ട് അങ്ങനെ കാണാമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ രാവിലെ വീണ്ടും അതേ ലേക്ക് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ചിലപ്പോഴേ രാത്രി ഞങ്ങൾ പോകുന്നുണ്ടാവുള്ളൂ. എത്ര ടൈമിന് നമ്മൾ റൂമിലെത്തും എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ ലേക്ക് കാണാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ